ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വപ്നാസ് ലൈഫ് സ്റ്റൈൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മാമ്പഴ സീസണൊക്കെ കഴിയാറായില്ല. അപ്പോൾ നമുക്ക് മാമ്പഴം കൊണ്ട് ഒരു പായസം ഉണ്ടാക്കും. വളരെ പെട്ടെന്ന് ഒരു 10 നിമിഷത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് നല്ല ടേസ്റ്റിയാണ്, നല്ല ക്രീമി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നത് കാണിച്ചു തരട്ടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചവ്വരിയാണ്. ഇത് നൈലോൺ ചവ്വരി എന്ന് പറയും. ചെറിയ സൈസിലുള്ള ചവ്വരിയാണ്. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കാം. ഒരു 1-2 പ്രാവശ്യം കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൽ തഴുക്കൊക്കെ പോയിക്കോളും. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു 1/2 കപ്പ് ചവ്വരിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതേമാതിരി തന്നെ ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് വയ്ക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത നെയ്യിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് സേമിയ എടുക്കുന്നുണ്ട്. അത് വറുത്തെടുക്കാം. ഇത് വറുത്ത സേമിയ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്നാലും ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. നമുക്ക് വറുക്കാത്ത സേമിയയിലും എടുത്തിട്ട് ഇതേമാതിരി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം ഇതും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി പായസം ഉണ്ടാക്കാനായിട്ട് അടി കനത്തിലുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ കൂടെ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അടി പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് ഇത് നല്ലോണം തിളയ്ക്കുമ്പോൾ വറുത്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മിസ്സായിപ്പോയി. അത് ചേർത്തിട്ട് നന്നായിട്ട് വേവിക്കുക. ഈ പാലിൽ തന്നെ കിടന്ന് ഈ സേമിയ വേകണം. അങ്ങനെ ഒരു 5 നിമിഷം കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇളക്കി കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ പാട കിട്ടും. അത് ഒഴിവാക്കാനായിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇത് നോർമലായിട്ടുള്ള മധുരമാണ്. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ ഇനിയും കൂടുതൽ ചേർക്കാം. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ചേർത്തിരിക്കുന്ന പഞ്ചസാര ഉരുകി വരുമ്പോൾ നല്ല ക്രീമി സ്ട്രക്ചറിലുള്ള പായസം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് ഒന്ന് തണുക്കട്ടെ. ഇനിയാണ് നമ്മുടെ മെയിൻ ഗസ്റ്റിനെ വിളിക്കേണ്ടത്, നമ്മുടെ മാമ്പഴം. ഞാൻ 2 മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴം മിക്സിയിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പായസം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് ഇരിക്കുമ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ടാവും ഈ പായസം തണുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറ്റിയ പാല് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് നമ്മുടെ ഗസ്റ്റിന് ഇടേണ്ടത്, അതായത് നമ്മുടെ മാമ്പഴം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചവ്വരിയുടെ ടേസ്റ്റും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും, നിങ്ങൾക്ക് ചവ്വരി വലിയ ചവ്വരിയാണെന്ന് വെച്ചാലും ഉപയോഗിക്കാൻ കേട്ടോ. ഞാൻ ചെറുത് ഉള്ളത് കൊണ്ട് എടുത്തുനിന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. മാമ്പഴ സീസൺ കഴിയാറായില്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.